الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാവിധി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ലോകത്ത് വ്യത്യസ്തമായ മതങ്ങളുണ്ട്, ദൈവങ്ങളുണ്ട്. അവയ്ക്കൊക്കെ അതിന് അനുസൃതമായ അനുയായികളും പ്രബോധനങ്ങളും പ്രചാരണങ്ങളുമുണ്ട്. എന്നിട്ടും ദീനുൽ ഇസ്ലാമിലേക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ ആളുകൾ കൂട്ടം കൂട്ടമായി ഒഴുകി എത്തുകയാണ്. UAE അതിൻ്റെ ഔഖാഫ് വളരെ പ്രധാനപ്പെട്ട അവരുടെ പ്രബോധനത്തിൻ്റെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആധികാരികമായി ഏകദേശം നല്ലൊരു പറ്റം ആളുകൾ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നു എന്നാണ്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇവിടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മുൻപിൽ പ്രസക്തമാണ്. നിസ്സംശയം ഞാൻ സമ്പൂർണമായ ഒരു മതത്തിൻ്റെ അനുയായിയായി അല്ലെങ്കിൽ അനുയായി ആണ് എന്നുള്ളത് ഓരോ മുസൽമാന്റെയും സ്വകാര്യമായ അഹങ്കാരമാണ്. ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. 41-ാമത്തെ സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്താണത്.
അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല ഒരു വാക്ക് പറയുന്നവൻ ആരുണ്ട്? അതാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മതത്തിന്റെ സവിശേഷത. 23 വർഷത്തെ നുബുവത്തും റിസാലത്തും കൊണ്ട് ചാലിച്ചെടുത്ത് അതിലെ അഴുക്കും മെഴുക്കും കറകളഞ്ഞെടുത്ത് വളരെ പെർഫെക്റ്റായി ഒരാൾക്ക് പോലും ഒരു പുഴുക്കുത്ത് പോലും എടുത്തിരിക്കാൻ കഴിയാത്ത വിധം ഇസ്ലാം ഇന്നും അജയ്യമായി കാലാതിവർത്തിയായി ജ്വലിച്ചു നിൽക്കാനുള്ള ഒരു കാരണം അതിന്റെ ഏതൊരു രംഗത്തും റിസാലത്തിന്റെയും നുബുവത്തിന്റെയും മേൽവിലാസം ഉണ്ടാകുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിക്കുന്നതായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നത് ഇമാം അബൂ ശൈബ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അയ്യുഹന്നാസ് ഇന്നഹു ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്നതി വയുബഇദുകും മിനൻ നാരി ഇല്ലാ ഖദ് അമർതുകും ബിഹി. മനുഷ്യരെ, ഒരു കാര്യവുമില്ല സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതുമായി ഞാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു കാര്യവുമില്ല. അത് ഏത് പതിറ്റാണ്ടുകൾ കടന്നു വന്നാലും ഇത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാതെ പോയതാണ്. ഇപ്പോഴാണ് അത് ഈ കാലത്തിനും ദേശത്തിനും സമൂഹത്തിനും ഒക്കെ അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് പുതിയത് തുടങ്ങാം എന്ന് പറയുന്ന ഒരു കൽപ്പനയും ഇല്ല. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൈസ ഷൈഉൻ യുഖർരിബുകും മിനൻ നാരി, നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും വയുബഇദുകും മിനൽ ജന്നതി, സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഏതൊരു കാര്യമുണ്ടോ ഇല്ലാ ഖദ് നഹൈതുകും, ആ നരകത്തിൽ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്യരുതേ, സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യരുതേ എന്ന് വിലക്കാത്തതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ഇതാണ് റിസാലത്തിന്റെ ആകത്തുക. ഇതിലൂടെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇസ്ലാമിന്റെ താത്വികവും പ്രാവർത്തികവുമായ നയനിലപാടുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുകയാണ്. ഇനി അതിന്റെ അപ്പുറത്തൊന്നില്ല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ അഹദസ, ആര് പുതിയതായി നിർമ്മിക്കപ്പെടുന്നുവോ ഫീ അംരിന, നമ്മുടെ ഈ കാര്യത്തിൽ, മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അതിലാകട്ടെ നമ്മുടെ ഒരു നിലക്കുമുള്ള വാക്കോ മൗനാനുവാദമോ പ്രവൃത്തിയുടെയോ ഏതെങ്കിലും രൂപത്തിലുള്ള ഏതെങ്കിലും സാക്ഷ്യമോ അംഗീകാരമോ ഇല്ലാത്തതാണ് എങ്കിൽ അതെന്തു ചെയ്യണം? നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ, നാം ജീവിക്കുന്ന രാജ്യത്ത് പലതും പുതുതായി മുളച്ചു പൊങ്ങുമ്പോ അത് ആര് ചെയ്താൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതാണോ? ഇല്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട്, ഉത്തമ സമൂഹം എന്ന് പറഞ്ഞ ആധുനിക സമൂഹത്തിൽപ്പെട്ട ആളുകൾ 16-ാം നൂറ്റാണ്ടുകാരെ കളിയാക്കുന്നു എങ്കിൽ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ ലോകത്തെ പതിറ്റാണ്ടുകൾ കടന്നു വന്നാലും ആ 16-ാം നൂറ്റാണ്ടിനെ വെല്ലാൻ പോരുന്ന ഒരു പതിറ്റാണ്ടും ഇനി കടന്നു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഖൈറുൽ ഖുറൂനി ഖർനി, നൂറ്റാണ്ടുകളിൽ വെച്ച്, തലമുറകളിൽ വെച്ച്, സമൂഹത്തെ ഉദ്ധരിക്കുന്നതിൽ വെച്ച്, മനം മാറ്റത്തിന്റെയും മതം മാറ്റത്തിന്റെയും ഒക്കെ ഇല്ലീഗതകളിൽ വെച്ച് നിയമസംഹിതകളെ മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസ ആചാര അനുഷ്ഠാന രംഗങ്ങളിൽ തുല്യതയില്ലാത്തൊരു മാതൃകയുണ്ടാക്കിയത് ഈ ഒരു നൂറ്റാണ്ടാണ്. ആ 16-ാം നൂറ്റാണ്ടിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, ഈ ഒരു നൂറ്റാണ്ട്, ഈ നൂറ്റാണ്ടിനപ്പുറം ഒരു നൂറ്റാണ്ടില്ല എന്ന് റസൂൽ പറഞ്ഞു. ഈ നൂറ്റാണ്ട് കഴിഞ്ഞാൽ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ 3 നൂറ്റാണ്ട്. പ്രവാചകന്റെ കാലശേഷം ഖുലഫാഉർ റാഷിദുകൾ 35 കൊല്ലത്തോളം ഭരിച്ചത്, പിന്നീട് അങ്ങോട്ട് അബ്ബാസിയ അമവിയ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്ന വിഴുപ്പുകളാണ് ഇന്ന് സമൂഹത്തിന്റെ പ്രയാസങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. ഇസ്ലാം അതിന്റെ സമ്പൂർണമായ മേഖലകളിൽ നിന്ന്
അകറ്റി നിർത്തപ്പെടുന്നത് ഇങ്ങനെയുള്ള ഇത്തിക്കണ്ണികളാണ്. അത്തരം ഇത്തിക്കണ്ണികൾ ഉണ്ടായാൽ മതമാകുന്ന മാവിലെ മാംസളമായ മാങ്ങയ്ക്ക് ഏതെങ്കിലും രൂപത്തിൽ കോട്ടം തട്ടുമെങ്കിൽ അത്തരം മതത്തിലെ അനിഷ്ടകരമായ അപ്രിയകരമായിട്ടുള്ള ഇത്തിക്കണ്ണികൾ ഉണ്ട് എങ്കിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ആ ഇത്തിക്കണ്ണികളെ അടർത്തി മാറ്റി തോട്ടിലേക്ക് വലിച്ചെറിയല. അതൊരു സംഘടന ചെയ്യേണ്ടതല്ല, അതൊരു വ്യക്തി ചെയ്യേണ്ടതല്ല, സാമൂഹികമായ ബാധ്യതയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, കണ്ടോ, വിശ്വാസി അവന്റെ വിശ്വാസത്തോടൊപ്പം ചെയ്യുന്ന കർമ്മത്തിനാണ് അമൽ എന്ന് പറയുക. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, ഖുർആനിൽ 26ലധികം ഭാഗത്ത് കൂട്ടിച്ചേർത്തി പറഞ്ഞ ആ അമലുസ് സ്വാലിഹാത്തായ നാളെ പരലോകത്ത് കൂലി കിട്ടുന്ന ഒരു ദീനിന്റെ കാര്യമായ ഒരു കാര്യം ഏതെങ്കിലും ഒരാൾ ചെയ്യുന്നു, ലൈസ അലൈഹി അംറുന, അതിലാകട്ടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ല എങ്കിൽ അതെന്തു ചെയ്യണം? ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാണ്. ഇവിടെയാണ് റിസാലത്തിന്റെ മുദ്രയുള്ളത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ സ്വർണം എടുത്താൽ നമുക്ക് കാണാൻ പറ്റും, അതിൽ 916 KDM എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ 22 CT എന്ന് എഴുതിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഇറക്കുകയാണെങ്കിൽ, ഒരു ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ പോലും ഏറ്റവും നല്ല ഹെൽമെറ്റിന്റെ പുറത്ത് ISI മാതൃക മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇല്ലാത്തതോ അത് വ്യാജമാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതൊന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. സ്വർണവും കാക്കപ്പൊന്നും തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കണ്ണും കാതും കരളും മാത്രം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. എന്നാൽ മതത്തിലോ ബിദ്അത്ത് എന്ന രൂപത്തിലാണ് ഈ വ്യാജന്മാർ ഉടലെടുക്കപ്പെട്ടത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാത്തത്, പ്രമാണങ്ങളിൽ പിൻബലമില്ലാത്തത്. എത്രയെത്ര നിസ്കാരങ്ങളാ, ഫർള് നിസ്കാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടിപ്പഠിപ്പിച്ചു. ദുഹർ മുതൽ ഫജ്ർ വരെയുള്ള 5 വക്ത നിസ്കാരം, അതിന്റെ ശേഷവും മുൻപുള്ള റവാത്തിബ് നമസ്കാരം, മുവക്കദായ നമസ്കാരം, നവാഫിലത്തായ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, ജുമാ നമസ്കാരം, പെരുന്നാൾ നമസ്കാരം, മയ്യത്ത് നമസ്കാരം, ഖിയാമുൽ ലൈൽ, അതുപോലെയുള്ള ഖുസൂഫ് ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, ഇവിടെയൊന്നും കാണാത്ത ഈ പറഞ്ഞ പേരിലൊന്നും അറിയപ്പെടാത്ത എത്രയെത്ര നമസ്കാരങ്ങളാണ് നമ്മുടെ മഹല്ലിനുള്ളിലുള്ളത്. അതൊക്കെ എവിടുന്ന് കടന്നു വന്നതാ? തസ്ബീഹ് നിസ്കാരം, മറ്റിതര മാസങ്ങളിൽ അവ്വാബി നിസ്കാരം എവിടുന്ന് കടന്നു വന്നു? നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റമദാൻ മാസത്തിൽ മുഴുവൻ എടുക്കുക അള്ളാഹിന്റെ കൽപ്പന പ്രകാരം. മുഹറം മാസത്തിൽ 9ഉം 10ഉം എടുക്കുക, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുക, അറഫാ ദിവസം നോമ്പെടുക്കുക. ഇതല്ലാത്തൊരു നോമ്പ്, ഇനി ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടില്ലെങ്കിൽ അതല്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്ത ഏതെങ്കിലും ഒരു പുതിയ ദിവസം നോമ്പെടുത്താൽ അതിന് ഇത്ര ദറജയുണ്ട്, ഇത്ര കൂലിയുണ്ട്, ഇത്ര പുണ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ അപ്പുറത്താണ്. സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്, ഓരോ മുസൽമാനും നിസ്കരിക്കുമ്പോൾ തശഹുദിൽ ഇരുന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് തുടങ്ങുന്ന ആ ഒരു ഇബ്രാഹിമിയ സ്വലാത്ത് അല്ലാത്ത മറ്റെല്ലാ സ്വലാത്തുകളും ഇന്ന് നവനിർമ്മിതികളാണ്. പ്രവാചകരിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളുടെ വ്യത്യസ്തമായ രൂപങ്ങളിൽ സ്വലാത്തിന് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളുണ്ട് എന്നല്ലാതെ പുതിയതായ ഒരു സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ പാരായണം ചെയ്യണം, പോരിഷുണ്ട്, ഖൈറാണ്, ഏറ്റവും വലിയ ഖൈർ അത് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖൈറുള്ളവൻ അവൻ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ആ ഖൈറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ട്, മഹർ കൊടുക്കാൻ മൂല്യമില്ലാത്തവനോട് 2 ആയത്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തിട്ട് പെണ്ണിനെ നിക്കാഹ് ചെയ്യുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മരിച്ച ഒരുപാട് സ്വഹാബത്തുകൾ കഴിഞ്ഞു പോയി, പ്രവാചകന്റെ മക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, പ്രവാചകന്റെ ഭാര്യ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരാരും മരിച്ചതിന് ശേഷം മരിച്ചെടുത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതാൻ വേണ്ടി പഠിപ്പിച്ചില്ല. അപ്പൊ മരിച്ചെടുത്ത് ഖുർആൻ ഓതുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. അതിന്റെ ആദ്യ ഭാഗം കൂടി മാറ്റും. ഖുർആൻ ഓതുക എന്നുള്ളത് മാത്രം പിടിക്കുന്നു ചില ആളുകൾ, നോമ്പിനെയാണ് എതിർക്കുന്നത് എന്ന് പറയുന്നു ചില ആളുകൾ, നിസ്കാരത്തെയാണ് കളിയാക്കുന്നത് എന്ന് പറയുന്നു ചില ആളുകൾ, തസ്ബീഹും തഹ്ലീലുമാണ് കളിയാക്കുന്നത് എന്ന് പറയുന്നു. ഒരു കുഴപ്പമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതും തമ്മിൽ വ്യത്യസ്തമായ രൂപമുണ്ട്. ഖുനൂത്ത് സുബഹിന് മാത്രം നിർവഹിക്കുന്നുവെങ്കിൽ അതിന്റെ പേര് ബിദ്അത്ത് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച ആ കാലഘട്ടത്തിനിടയിൽ തന്റെ ഖുർആനുകളായ ഹാഫിളുകളായ ഒരു പറ്റം ആളുകളെ കൊണ്ടുപോയി പഠിപ്പിച്ചു തരണം ഞങ്ങൾക്ക് ഖുർആൻ എന്ന് പറഞ്ഞിട്ടാ.
റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയില്ല എന്ന് കൂടി മനസ്സിലാക്കുക. ഇപ്പോഴും നമ്മൾ പറഞ്ഞല്ലേ, ഏതെങ്കിലും ഒരു ഭാഗത്തെത്തിയാൽ ഞങ്ങളുടെ ഇടയിൽ തലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വിദാഇ വജബ ശുക്റു അലൈന മദാ ലില്ലാഹി ദാഇ. റസൂലുള്ളാഹി മക്കത്ത് ചെന്നപ്പോ മദീനത്തുള്ള ആൾക്കാർ പാടിയതാണ്. അവരുടെ ആ മദ്ഹ് കുറച്ച് അധികമായി പോയി. ഇന്നിപ്പോ മദ്ഹ് കുറ്റം പറയാ, റസൂലുള്ളാഹിക്ക് മദ്ഹ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ. മദ്ഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരിവെച്ച മദ്ഹേ ഉള്ളൂ. അത് ഇതിന് ഉദാഹരണമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച മദീനക്കാരായ ആളുകൾ പ്രവാചകനെ പ്രശംസിച്ചുകൊണ്ട് പാടിയിട്ട് പറഞ്ഞു, ഇന്നാ നബിയ്യുൻ ഫീനാ യഅലമു മാ ഫീ ഗദി. ഞങ്ങളുടെ ഒരു പ്രവാചകൻ ഇതാ മക്കത്ത് നിന്ന് വന്നിട്ടുണ്ട്. അവിടെ ജീവിക്കാൻ പ്രയാസപ്പെട്ടത് കൊണ്ട്, കടന്നുറങ്ങാൻ കഴിയാത്തത് കൊണ്ട്, അദ്ദേഹം മനസ്സിലാക്കുന്ന ആശയാദർശങ്ങൾ അവിടെ പ്രഖ്യാപനം ചെയ്യാത്തത് കൊണ്ട് ജനിച്ച നാട്ടിൽ നിന്ന് കല്ലെറിഞ്ഞ് ഓടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകനെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എന്താ പ്രവാചകന്റെ പ്രത്യേകത എന്നറിയുമോ? അദ്ദേഹത്തിന് നാളത്തെ കാര്യങ്ങൾ അറിയാം. റസൂൽ പറഞ്ഞു, മതി, ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്, ഈ വരി ശരിയല്ല. പ്രവാചകൻ വന്നിട്ടുണ്ട്, പക്ഷെ നാളത്തെ കാര്യം അറിയും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അതുകൊണ്ടത് പറയല്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. തന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു അപേക്ഷ പറയും, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ നാട്ടിൽ ഖുർആൻ പഠിക്കാൻ ആളുകളില്ല, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ ആവേശമുണ്ട്, ഞങ്ങൾക്ക് അനിവാര്യമാണ് റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോ അന്ന് വരെ ഖുർആൻ പഠിച്ചിരുന്ന ഹാഫിദുകളും ഖാരികളുമായി 70ഓളം ആളുകളെ വിളിച്ചിട്ടിതാ ഈ മനുഷ്യന്മാരെ കൂടെ പോയിക്കോളൂ എന്ന് പറയുമ്പോ ഗൈബ് അറിയുന്ന റസൂലാണെങ്കിൽ പറയണ്ടേ, ഇവർ ചതിയന്മാരാണ്, നിങ്ങളെ കൊണ്ടുപോയി കൊല്ലാനാണ്, ഇവർ പറയുന്നത് നുണയാണ് എന്ന് പറയണ്ടേ. റസൂലുള്ള പറഞ്ഞില്ല. കൊണ്ടുപോയി 69 പേരെയും നിഷ്കരണം കൊന്നുകളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ആ ഗൈബ് അറിയുന്നത് മറച്ചു വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 60 പേരെയും 70 പേരെയും കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നു എന്ന് പറയണ്ടേ? ഇല്ല, പ്രവാചകൻ അറിയില്ലായിരുന്നു. നമുക്കറിയാം, ബദർ നേരത്തെ പറഞ്ഞതുപോലെ രണാങ്കണങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ 313 ആളുകളെ കൊണ്ട് ഈ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറ പാകിയ ബദർ കഴിഞ്ഞു. ആയിരക്കണക്കിന് വരുന്ന മക്കാ മുശ്രിക്കുകൾക്കെതിരെ വിജയിച്ചു. ഉഹദിലേക്ക് വന്നപ്പോ പ്രവാചകൻ ആ ഖുറൈശികൾ എത്രയാണോ അന്നുണ്ടായിരുന്നത് ആ സ്ഥാനത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾ എത്തി. ഉഹദിൽ പോയി പരാജയപ്പെട്ടു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചതിയന്മാരുണ്ടാക്കി വെച്ച ചതിക്കുഴിയിൽ വീണു. പ്രവാചകന്റെ മുൻപല്ല് പൊട്ടി. ആ മലയുടെ ഇടയിൽ കൂടി മറുകരയിൽ നിന്ന് ശത്രുക്കൾ വരുന്നത് കണ്ടറിഞ്ഞിട്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയുന്ന റസൂലാണെങ്കിൽ മിണ്ടാതിരുന്നു എന്നാണോ പറയേണ്ടത്? ഗൈബ് അറിയില്ല എന്നാണോ പറയേണ്ടത്? പ്രവാചകൻ അറിഞ്ഞില്ല. അവസാനിപ്പിക്കുകയാണ്. ഈ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 70 പേരെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞ ശത്രുക്കൾക്കെതിരെ 2 മാസങ്ങളോളം തുടർച്ചയായിട്ട് 5 നേരവും ഖുനൂത്ത് നിർവഹിച്ചു. അള്ളാഹിന്റെ കൽപ്പന ഇറങ്ങി ഖുർആന്റെ സൂറത്ത് ആൽ ഇംറാനിലെ ആയത്തനുസരിച്ച് അവരെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ശിക്ഷിക്കും. ഖുനൂത്ത് അവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞു, അത് സുബഹിന് മാത്രമുള്ള ഖുനൂത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാത്ത ഒന്നാണ്. 5 നേരം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ബിദ്അത്തുകൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയുടെ സവിശേഷത എന്താ? കാന ഖുതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തമറത ഐനാഹു, അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ ചുവക്കുമായിരുന്നു അത്രേ. വഅലാ സൗതഹു, അദ്ദേഹത്തിന്റെ ശബ്ദം ഉയരുമായിരുന്നു അത്രേ. വൈഷ്തത ഗൗലബഹു, അദ്ദേഹത്തിന്റെ ക്രൗര്യം ശൗര്യം ഉയരുമായിരുന്നു അത്രേ. എന്നിട്ട് അദ്ദേഹം പറയുന്ന വരികൾക്കിടയിൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അമ്മാ ബഅദ്, റസൂൽ പറയാ, അതിനുശേഷം ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ, അള്ളാഹുവിന്റെ വചനമാണ് ഏറ്റവും നല്ല ഖൈർ എന്നും പ്രവാചകന്റെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ എന്നും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഏതൊരു മുസൽമാന്റെ കുട്ടിയും അറിയാതെ പറഞ്ഞു പോകും, ഫഇന്ന ശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. നമ്മൾ ഖുർആൻ
എത്ര കൊല്ലമായി നമ്മൾ ഖുതുബ കേൾക്കാൻ തുടങ്ങിയിട്ട്, വയലു കേൾക്കാൻ തുടങ്ങിയിട്ട്, ഈ പദം അറിയാത്തൊരു മുസ്ലിം ഉണ്ടോ ലോകത്ത്? എന്താ പറഞ്ഞത്? വഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹദസാതുഹാ. നാശകാര്യങ്ങളിൽ വെച്ച് ഏറ്റവും തിന്മയായ, മോശമായ, മ്ലേച്ഛമായ കാര്യങ്ങളിൽ വെച്ച് മ്ലേച്ഛമായിട്ടുള്ളത് ഇസ്ലാം ദീനിൽ പുതിയതായി നിർമ്മിക്കപ്പെടുന്നതാണ്. വകുല്ലു മുഹദസത്തിൻ ബിദ്അ. എല്ലാ നവീനമായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തുകളും ദലാലത്താണ്. അതിന് ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ സയ്യിഅ എന്നൊന്നും വേർതിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. കുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തുൻ ദലാല, വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അപ്പൊ ബിദ്അത്തുൻ ഹസന എന്ന പേരിൽ പലതും ചെയ്തു കൂട്ടുന്നു എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോരാ, ഞങ്ങൾക്ക് മതം കുറച്ചുകൂടി ഉഷാറാക്കണം എന്ന് പറഞ്ഞവരെ പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കപ്പെട്ട ഉറങ്ങുന്ന സമയത്തുള്ള ദുആഇന്റെ ലഫ്ളുകളിൽ മാറ്റം വന്നപ്പോ പ്രവാചകൻ അവിടെ നിന്ന് തിരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ മതത്തിന്റെ വളരെ കൃത്യമായ സ്റ്റേജിൽ കൂടി പരിവർത്തിപ്പിച്ചെടുക്കപ്പെട്ട 23 കൊല്ലത്തെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു സമൂഹത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയത്. ഖൈറുക്കും, ഈ സമൂഹത്തിൽ ഉമ്മത്തുൻ ഖൈറ, ഏറ്റവും നല്ല തലമുറ, ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ് എന്ന് പറഞ്ഞത്. ആ തലമുറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം കൊണ്ടു നടന്ന് വളരെ സംശുദ്ധമായി. അതിനിടയിൽ ഏതെങ്കിലും ഒരു നവീനമായ മാതൃക സമൂഹത്തിന് ദർശിക്കാൻ സാധ്യമല്ല എന്ന് കൂടി മനസ്സിലാക്കുക. എന്നാൽ ഏതെങ്കിലുമൊക്കെ ബിദ്അത്തിന്റെ പുതിയ പുതിയ പേരുകൾ നൽകപ്പെട്ട് സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ അത്തരം ആളുകൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാക്കുകൂടി ശ്രമിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറയുകയാണ്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ, ഏതെങ്കിലും ഒരാൾ ദീനിൽ ഒരു ബിദ്അത്ത്, മതത്തിലൊരു ബിദ്അത്ത്, റസൂലുള്ള കാണിക്കാത്തത്, റസൂലുള്ള പറയാത്തത്, റസൂലുള്ള ചെയ്യാത്തത്. അപ്പൊ ചോദിക്കും, ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടതോ? ഞാൻ എന്നപോലെ മൻ അമില അമലൻ, അമൽ ചെയ്താൽ കൂലി കിട്ടുമെന്ന് വിചാരിക്കുന്നതാണ് ദീനിൽ ചെയ്യുന്ന നവീന മാതൃക എങ്കിൽ അതാണ് മാറ്റപ്പെടേണ്ടത്. അതല്ലാതെ ഒരാൾ ചാള വെച്ചു, കറി വെച്ചു, കുറച്ച് വാങ്ങി കഴിഞ്ഞു, കുറച്ച് പ്രത്യേകിച്ച ശേഷം അയാൾ അയില വാങ്ങി കുറച്ച് കറിയും വെച്ചു, കുറച്ച് വർക്കുകയും ചെയ്തു, അതിന് കൂലി കിട്ടുന്ന പരിപാടിയാണോ? അല്ല, മറിച്ചത് ദീനുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നത് അതിന്റെ സവിശേഷമായ ഉൾഭാഗങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പ്രത്യക്ഷത്തിൽ ദീനിയായ, മതപരമായ, അമൽ ചെയ്യുന്ന, കൂലി കിട്ടുന്ന, പടച്ചോനെടുക്കുന്ന പൊരുത്തം നേടാൻ വേണ്ടി ചെയ്യുന്ന ഏതെന്തൊരു കർമ്മമുണ്ടോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഏത് ഷെയ്ഖ് പഠിപ്പിച്ചാലും, ഹോജ പഠിപ്പിച്ചാലും, മഹല്ലിലുണ്ടായാലും, എത്ര വലിയ ആളായിരുന്നാലും ശരി, അത് തോട്ടിലേക്ക് വലിച്ചെറിയുക തന്നെ വേണം. അതല്ലാത്ത ഒരാൾ ഒരു ബിദ്അത്ത് നിർമ്മിച്ചുണ്ടാക്കി അയാളുടെ കണ്ണിൽ യറാഹ ഹസനതൻ, അത് നന്മയായി അയാൾ കാണുകയും ചെയ്യുന്നു എങ്കിൽ അയാൾ വാദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. മനസ്സിലായോ? ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട് നല്ലതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയാൽ അയാൾ പറയുന്നതും അയാൾ ചെയ്യുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീൻ പൂർത്തിയായ രൂപത്തിൽ മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലായത് ആർക്കാ? ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ പുതിയ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ബിദ്അത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. നല്ലതല്ലേ എന്ന് തോന്നലുണ്ടാവാം, പക്ഷെ ആ നല്ലത് അപകടത്തിലേക്ക് പോകും. മാത്രവുമല്ല, സുഫിയാൻ സൗരി പോലെയുള്ള മഹാരഥന്മാരായ ആളുകൾ പറഞ്ഞു, ഈ ബിദ്അത്ത് ചെയ്യുന്നവരുടെ മനസ്സിൽ ഒരിക്കലും അതൊരു കുറ്റകരമായ വാസന ഉണ്ടാക്കുകയില്ല, കുറ്റബോധം അശേഷം ഉണ്ടാക്കുകയില്ല. മനസ്സാക്ഷി അവർക്ക് ഒരു വഞ്ചനയായി തോന്നാത്ത രൂപത്തിൽ അത് അലങ്കൃതമായി തോന്നിക്കുകയും നന്മയാണെന്ന് കരുതി ജീവിതാന്ത്യം വരെ അത് കൊണ്ടു നടക്കുകയും ചെയ്യും. ഒരിക്കൽ പോലും തെറ്റാണെന്ന് ബോധ്യം ഇല്ലാത്തത് കൊണ്ട് അവർ ആ നന്മയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നതുകൊണ്ട് ഒരിക്കലും ബിദ്അത്ത് ചെയ്യുന്നവൻ തൗബ ചെയ്യില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വെള്ളം കടത്തിയ ഷിയാക്കളുണ്ട്. അവർ പറഞ്ഞത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ല വഹി കിട്ടേണ്ടത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ വേണ്ടി അല്ല അള്ളാഹു ഏൽപ്പിച്ചത്. അത് ജിബ്രീൽ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കുമ്പോ 4-5 ആൾക്കാരുടെ ഇടയിൽ ജിബ്രീലിന് മനസ്സിലായില്ല മുഹമ്മദ് നബി ആരാ, അലി ആരാന്ന് മനസ്സിലായില്ല. കൊണ്ടുവന്നത് അലി റളിയല്ലാഹു അൻഹു കൊടുക്കാനെന്ന് അത്രയും. അവസാനം ആള് മാറിക്കൊടുത്തു. കൂടെ ഉണ്ടായിരുന്ന അബൂബക്കറിനും ഉമറിനും ഉസ്മാൻ ബിൻ അഫ്ഫാനും ഒക്കെ മനസ്സിലായി ഇത് ആള് മാറിക്കൊടുത്തതാണെന്ന്. അവർ പക്ഷെ റസൂലുള്ളാഹി കിട്ടിയ വഹയ് ആള് മാറിക്കൊടുത്തത് രഹസ്യമായി മൂടി വെച്ചു. അതിന്റെ പ്രത്യുപകാരമായിരുന്നു 2ാമത്തെ ഖലീഫയായിട്ട് അബൂബക്കറിന് കൊടുത്തത്.
ശേഷം ഉമർ ബിൻ ഖത്താബിന് കൊടുത്തത്, ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൊടുത്തത്. അവിടെയും അലി റളിയല്ലാഹുവിനെ തിക്കി. ഫാത്തിമത്തുൽ കിതാബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ ഇതല്ല, വേറെ ഒന്നാണ് എന്ന് പറഞ്ഞ് ഫാത്തിമത്തുൽ ഖുർആൻ എന്ന് പറയും. ഇന്ന് നിലവിലുള്ള ഖുർആനിലേക്ക് 3 ഇരട്ടി വലിപ്പമുള്ള ഫാത്തിമത്തുൽ ഖുർആന്റെ ഷിയാക്കളുടേത്. അവരെന്തൊക്കെയാണോ ഇസ്ലാം ദീനെ നശിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നത്, അതും മുഴുവനും ചാണിന് ചാണും മുഴത്തിന് മുഴമായി ചെയ്യുന്ന ജൂതന്മാർക്കാരേക്കാൾ കൂടുതൽ കടുത്ത വഞ്ചകരായ ഇസ്ലാമിന്റെ ശത്രുക്കളായ ഷിയാക്കൾ എന്തൊക്കെയാണോ കാണിക്കുന്നത്, അത് മുഴുവൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. അവർ ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചു. വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തൂല. അവര് വ അന്ന അലിയ്യം വലിയല്ലാഹ് എന്ന് പറയും. അവർക്ക് റസൂലുള്ള മതിയായവനല്ല. നഅൂദുബില്ലാ. ഇസ്ലാം ദീന്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്ന മഹാദുരന്തത്തിന്റെ ഓമന പേരാണ് ബിദ്അത്ത് എന്നുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചതോ, യാ അയ്യുഹൻ നബിയ്യ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ, നിങ്ങളെ ഞാൻ താക്കീതുകാരനാക്കിയിരിക്കുന്നു, സന്തോഷവാർത്ത അറിയിക്കുന്നവരാക്കിയിരിക്കുന്നു, ഈ സമൂഹത്തിന്റെ സാക്ഷിയാക്കിയിരിക്കുന്നു, വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരാക്കിയിരിക്കുന്നു, ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം, വസിറാജം മുനീറാ, ഈ കത്തിയാളുന്ന പ്രകാശ ഗോപുരം ഈ അന്ധകാരത്തിന്റെ തമസ്സകറ്റാൻ ഉപയോഗപ്പെടുത്തണം. ഈ തെറ്റും തിന്മയും ഒക്കെ അടങ്ങുന്ന ആ ഒരു സമൂഹത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അവിടെ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഒക്കെ പൊളിച്ചു മാറ്റി കുഴിച്ചു മൂടപ്പെട്ടതിന് ശേഷമാണ് ഇസ്ലാമിന്റെ വെളിച്ചം പ്രവാചകൻ ലോകത്താകെ പരത്തിയത്. ഇന്ന് ആ വെളിച്ചം കെടുത്താൻ വേണ്ടി സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകൾ അതിനെ ഊതിക്കെടുത്താൻ എത്ര ശ്രമിച്ചാലും അള്ളാഹുവിന്റെ വെളിച്ചം പ്രകാശത്തിന് മേൽ പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഇത്തരം ന്യൂനതകളിൽ നിന്ന് മുക്തമായ ഒരു വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹികമായ ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ ഇസ്ലാമിനെ പുൽകുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അബദ്ധങ്ങളിൽ നമ്മെ കാത്തുരക്ഷിക്കുകയും സമ്പൂർണ്ണമായ ഇസ്ലാമിനെ കീഴ്വഴങ്ങി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറദല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എൻ്റെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സാമൂഹിക ജീവിതമെന്ന് പറഞ്ഞാൽ അത് ഒരു വർണ്ണശബളമായ പട്ടം പോലെയാണ്. ശ്രമകരമായി ഉണ്ടാക്കിയെടുത്ത അത് ഏത് കാറ്റിലും കോളിലും അകപ്പെടാതെ അതിൻ്റെ നൂലെന്ന ബന്ധനത്തിലൂടെ നിയന്ത്രിക്കുകയാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജീർണതകളും പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ചില ബാധ്യതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറു ബിയദിഹി, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഒരു ദുരാചാരം, ഒരു ജീർണത, അത് വ്യക്തി ജീവിതത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, സാമൂഹികമായ ജീവിതത്തിലാകട്ടെ കണ്ടു കഴിഞ്ഞാൽ ഫല്യുഗയ്യിറു ബിയദിഹി, അവൻ്റെ കൈ കൊണ്ട് അതിനെ തടഞ്ഞുകൊള്ളട്ടെ. ഇന്ന് ആ ഒരു അവസ്ഥയില്ല. നിശബ്ദതയാണ്. മൗനാനുവാദം വെള്ളവും വളവുമായി സ്വീകരിച്ച്, ഒരു ലൈസൻസായി സ്വീകരിച്ച് എന്ത് തിന്മയും തെറ്റും നെറുകേടും ആരുടെ മുൻപിലും എപ്പോഴും എവിടെ വെച്ചും നിർവഹിക്കാവുന്ന ഒരു തലത്തിലേക്ക് സമൂഹം വളർന്നു വരികയാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പട്ടം, അതിൻ്റെ കയറ് പൊട്ടിയിട്ടുണ്ട്. അത് ഏച്ചുകൂട്ടേണ്ടുന്ന ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്. അത് നിർവഹിക്കുവാൻ ആദ്യമായി ഉപയോഗപ്പെടുത്തേണ്ടത് അവനവൻ്റെ കൈയാണ്. കൈകൊണ്ട് തടയുക ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ. പറ്റില്ലെങ്കിൽ അവനവന്റെ നാവ് കൊണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കുക. അതിന് കഴിയില്ല എങ്കിൽ അവന്റെ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ വെറുക്കുക. നമ്മൾ എത്ര തിന്മകൾക്കെതിരെ പ്രതിരോധിക്കുന്ന ആളുകളാണ്, തെറ്റുകൾക്കെതിരെ പ്രതിരോധിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ തെറ്റും ശരിയും എന്താണ് എന്ന് തിരിച്ചറിയാത്ത പ്രതിരോധം മാത്രമാണ്. മലവെള്ളപ്പാച്ചിലിന്റെ മുൻപിൽ
മണൽ കൊണ്ട് മതിൽ കെട്ടുന്ന ചെറിയ കുട്ടികളുടെ കഥ കേട്ടിട്ടുണ്ടാവല്ലോ നമ്മൾ. ശക്തമായ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ കെട്ട് തടയണ പൊട്ടിപ്പോകും. ഇതുപോലെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് ജീർണതകളുണ്ട്. ആ ജീർണതകളൊക്കെ മുളച്ചു പോകുന്ന എവിടെയാ? നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നതിൻ്റെ 100% ശക്തിയോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ജീർണതകൾ ഉണ്ടായിരുന്നത്. ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് കേൾക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ഈ 23 കൊല്ലം കൊണ്ട് സമ്പൂർണ്ണമായൊരു വിജയം ഉണ്ടാവില്ല. മറിച്ച് അവരോട് അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, സഹായം തേടരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ക്രമേണ വിശ്വാസികളാകുന്നതോടൊപ്പം തന്നെ അവരുടെ മദ്യപാനം നിർത്തി, പലിശ വാങ്ങൽ നിർത്തി, വ്യഭിചാരം നിർത്തി, കൊലയും കൊള്ളയും നിർത്തി. അതാണ് മനുഷ്യന്റെ ആത്യന്തികമായ വിജയത്തിന് ഉപയുക്തമായിട്ടുള്ള ഒരു വലിയ ആയുധം. ആരുടെ മനസ്സിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവോ അവന്റെ മനസ്സിലെ വിശ്വാസവും ഭക്തിയും നിറഞ്ഞു നിൽക്കുകയുള്ളൂ. ആ രൂപത്തിലേക്ക് വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി ഒക്കെ ജനങ്ങൾക്കിടയിൽ കാണുന്ന ജീർണതകളെ പ്രതിരോധിക്കാനും തെറ്റാണെന്ന് പറയാനും ഒരു ചൂണ്ടുവിരലെങ്കിലും ആകാൻ കഴിയുന്ന രൂപത്തിൽ മാറാനുമൊക്കെ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ള ആളുകൾ, പ്രയാസങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത ആളുകൾ, രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെയും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ, റിസ്ഖിൽ, മഈശത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബർക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ, അസമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ. ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ, ഞങ്ങളെ പിടിച്ചിട്ടില്ലല്ലോ, എൻ്റെ ഭാര്യയെ ജീപ്പിൽ കയറ്റിയിട്ടില്ലല്ലോ. അതുവരെ കൂടി ആശ്വസിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ നേരിടുന്ന ലോകത്തെ മുഴുവൻ മുസ്ലിമുകൾക്കും ആശ്വാസവും നിർഭയത്വവും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. സമാധാനപൂർണ്ണമായ, നിർഭയത്വപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുവാൻ ആവശ്യമായ സ്വാതന്ത്ര്യവും സഹവാസവും സൗകര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഫലസ്തീനിലും ഗസയിലും ഒക്കെയുള്ള മുസ്ലിമുകളായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആശ്വാസവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.